ഹേയ് ഗായ്സ്, മൈ നെയിം ഈസ് സവസ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ സെറ്റിങ്സ്. ഞാൻ പറയുന്ന സെറ്റിങ്സ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ അത് ഇപ്പോൾ തന്നെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആ സെറ്റിങ്സ് നിങ്ങളുടെ ഫോണിൽ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ഒരാൾ അബോധാവസ്ഥയിൽ അഥവാ പരിക്ക് പറ്റി കിടക്കുമ്പോൾ അയാളെ സഹായിക്കണമെന്ന് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ എങ്ങനെ സഹായിക്കും? അയാളുടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതേ അവസ്ഥ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ അതിൽ നിന്ന് അതിജീവിക്കാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. വളരെ സിമ്പിളാണ്. എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. അവിടെ സേഫ്റ്റി ആൻഡ് എമർജൻസി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ എമർജൻസി ഇൻഫർമേഷൻ എടുത്തിട്ട് ആഡ് ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നെയിം, അഡ്രസ്സ്, ബ്ലഡ് ടൈപ്പ്, അലർജീസ്, നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരെ പോവുക, നമ്മുടെ ആഡ് കോൺടാക്റ്റ് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ കോൺടാക്റ്റ് ചെയ്യുന്നത് എൻ്റെ അച്ഛൻ്റെ ബ്രദറിൻ്റെ പേരാണ്. അപ്പം അത് നമ്മൾ അടിച്ചിട്ട് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും എത്ര പേര് വേണമെങ്കിലും ആഡ് ചെയ്യുക. അപ്പോൾ ഭയങ്കര എമർജൻസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് എടുത്ത് നോക്കുമ്പോൾ വിളിക്കാൻ പറ്റിയ നമ്പറൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ലോക്കൊക്കെ ഇട്ട് അൺലോക്ക് ചെയ്യാതെ തന്നെ അവിടെ എന്തുണ്ടാകും, എമർജൻസി കോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. അവിടെ ചെന്നിട്ട് ഒരു ചുവന്ന ചിഹ്നത്തിൽ ഒരു SOS മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത ഡീറ്റെയിൽസും കോൺടാക്ട്സും ഒക്കെ അവിടെ ഉണ്ടാകും. ആ കോൺടാക്റ്റ് വഴി കോൾ ചെയ്യാനും കൂടി പറ്റും. ഓക്കെ, വീഡിയോ കഴിഞ്ഞ് വേഗം പോയിട്ട് സെറ്റിങ്സ് പോയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. അപ്പം പരമാവധി ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാൻ നോക്കുക. പിന്നെ അതിനിടയിൽ സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷമുണ്ട്. അപ്പം ബാക്കി നാളെ